ഒരു ഇലക്ഷൻ്റെ ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് ഉദ്ദേശമെങ്കിൽ അതിന് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ ലഭ്യമാണെന്നിരിക്കെ ഇത്തരമൊരു തീവ്രയത്ന പരിപാടിയുടെ ഉദ്ദേശശുദ്ധി തീർത്തും സംശയാസ്പദമാണ്. എന്താ, രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ജനങ്ങൾക്ക് മുൻപിൽ അതിൻ്റെ അസ്തിത്വം തന്നെ സംശയകരമായി നിലനിൽക്കുകയാണ്. അതിൻ്റെ സ്വാതന്ത്ര്യം, അതിൻ്റെ പരമാധികാരമൊക്കെ ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമല്ലല്ലോ. ഇപ്പോൾ ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുന്നത് നിങ്ങളുടെ തൃശ്ശൂർ സ്റ്റുഡിയോയിലിരുന്നാണ്. ഇവിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയൊക്കെയാണ് ഇത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പ്രത്യേകിച്ച് തൃശ്ശൂരിലൊക്കെ ഇടപെട്ടതെന്ന് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് പലപ്പോഴും വോട്ടർമാരെ ചേർക്കുന്ന വിഷയത്തിൽ അനധികൃതമായി വോട്ടർമാരെ ചേർക്കുക, ഒരു ഫ്ലാറ്റിൽ തന്നെ നിരവധിയായ ആളുകളെ ചേർക്കുക, ഇവിടെ സ്ഥലത്തില്ലാത്ത ആളുകളെ ചേർക്കുക, സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് പോലും വിവാദങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. പക്ഷേ രാഹുൽ ഗാന്ധി അതിൻ്റെ 2 ഘട്ടങ്ങളിലായി നടത്തിയ പത്രസമ്മേളനത്തിൽ ആദ്യ ഘട്ടത്തിൽ അനധികൃതമായി ചേർത്ത ആളുകളെ കുറിച്ചാണെങ്കിൽ രണ്ടാം ഘട്ടം പറഞ്ഞത് കൂടുതൽ ഗൗരവതരമായ ഒന്നാണ്. അത് പറഞ്ഞത് രാജ്യത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒരു പ്രത്യേക വിഭാഗം ആളുകളെ തിരഞ്ഞു പിടിച്ച് ഒഴിവാക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ സോഷ്യൽ ലൊക്കേഷൻ, അവരുടെ സാമൂഹികമായ സാഹചര്യം വളരെ കൃത്യമാണ്. അത് അങ്ങനെ ഒഴിവാക്കപ്പെടുന്നവർ രാജ്യത്തെ പിന്നോക്ക വിഭാഗക്കാർ, ന്യൂനപക്ഷങ്ങൾ, ദളിതുകൾ മുതലായവരാണ്. അത് കൃത്യമായും പൗരത്വ പരിഷ്കരണ കാലത്ത് എന്താണോ സംഘപരിവാർ കേന്ദ്രങ്ങൾ വിഭാവന ചെയ്തത്, ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ളവരെ രാജ്യത്തിൻ്റെ പൗരത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതുപോലെ തന്നെ ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന്, ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് അവരെ ഒഴിവാക്കാനുള്ള പരിശ്രമങ്ങൾ, പ്രത്യേകിച്ചും കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം കേരളത്തിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് സംഘപരിവാറിന് ഇതുവരെ രാഷ്ട്രീയമായി അതിൻ്റെ മേധാവിത്വം പ്രകടമാക്കാൻ കഴിയാത്തൊരു സംസ്ഥാനത്ത് അതിനുവേണ്ടിയുള്ള ചില നീക്കങ്ങൾ നടക്കുന്നു എന്ന് സംശയിച്ചാൽ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. അതിൻ്റെ ഏറ്റവും കൺമുന്നിലുള്ള ഉദാഹരണം നിങ്ങളുടേത് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ച ചാലപ്പുറത്തെ കോർപ്പറേഷൻ ഡിവിഷനുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മുസ്ലിം വോട്ടർമാരെ ഉൾപ്പെടെയുള്ളവരെ BJPക്ക് ഒരിക്കലും വോട്ട് ചെയ്യില്ല എന്ന് BJP വിചാരിക്കുന്ന ഒരു വിഭാഗത്തെ അവിടെ നിന്ന് മാറ്റുകയും അതിനനുസരിച്ച് ഡിലിമിറ്റേഷൻ അടക്കം രൂപകൽപ്പന ചെയ്യുകയും ചെയ്യുന്നുള്ള വളരെ കൃത്യമായ സാഹചര്യങ്ങൾ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പോലുള്ള രാഷ്ട്രീയ പാർട്ടി ഇതിനെതിരെ രംഗത്ത് വരുന്നത്. ഇപ്പോൾ പോലും ഇത്തരം ആശങ്കകൾ താങ്കൾ സൂചിപ്പിച്ചു. KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള PC വിഷ്ണുനാഥ്, MD ജോക്ക് ഉൾപ്പെടെ പങ്കെടുത്ത യോഗത്തിൽ ഇത്തരം ആശങ്കകൾ ഉന്നയിക്കപ്പെടുമ്പോഴും അത് കണക്കിലെടുക്കാതെ ജില്ലാ കളക്ടർമാർ യോഗങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഒരു ജനാധിപത്യത്തെ സംബന്ധിച്ച് വോട്ടിംഗ് പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണല്ലോ. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളുടെ ആശങ്ക കണക്കിലെടുക്കാതെ ഇലക്ഷൻ കമ്മീഷൻ സ്വന്തം നിലയ്ക്ക് സ്വമേധയാ മുന്നോട്ട് പോകുന്നതിൻ്റെ അർത്ഥം ഇലക്ഷൻ കമ്മീഷന് കൃത്യമായ അജണ്ടകൾ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ആ അജണ്ടകളെ പരാജയപ്പെടുത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.